സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജനറൽ നോളജിൽ മലയാളം. കേരളത്തിലെ നവോത്ഥാന നായകരിൽ വൈകുണ്ഠസ്വാമികളെ നമ്മൾ കറന്റ് അഫയേഴ്സ് 69 എന്ന വീഡിയോയിൽ പരിചയപ്പെട്ടു. അടുത്തതായി ചട്ടമ്പി സ്വാമികളെ പരിചയപ്പെടാം. കറന്റ് അഫയേഴ്സ് 71 എന്ന ഈ വീഡിയോയിൽ ചട്ടമ്പി സ്വാമികൾ ആത്മീയ വിഷയങ്ങളിൽ മാത്രമല്ല സകല വിജ്ഞാന മേഖലകളിലും പ്രാവീണ്യം നേടിയ കേരള നവോത്ഥാന നായകരിൽ ഒരാളാണ്. ചട്ടമ്പി സ്വാമികളുടെ കാലഘട്ടം 1853 മുതൽ 1924 വരെ. 1853 മുതൽ 1924 വരെ. 1853 ആഗസ്റ്റ് 25 തിരുവനന്തപുരം കണ്ണമൂലയിൽ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അയ്യപ്പൻ, കുഞ്ഞൻപിള്ള എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. പഠിപ്പിലും സ്വഭാവശുദ്ധിയിലും പുലർത്തിയ മികവ് മൂലം ആശാന്റെ ഗുരുകുലത്തിൽ വെച്ച് തന്നെ ചട്ടമ്പി അല്ലെങ്കിൽ മോണിറ്റർ എന്ന സ്ഥാനം നേടി. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം തുടങ്ങിയവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. വിജ്ഞാനത്തിൻ്റെ ഒരു ഖനി തന്നെയാകയാൽ വിദ്യാധിരാജൻ എന്നും വിളിക്കപ്പെട്ടു. ഷൺമുഖദാസൻ എന്ന പേരിൽ സന്യാസം സ്വീകരിച്ചു. പന്മനയിലെ സമാധി സ്ഥാനത്ത് ശിഷ്യന്മാർ സ്ഥാപിച്ച ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 1892 എറണാകുളത്ത് വെച്ച് നേരിൽ കാണവേ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ പറ്റി പറഞ്ഞത് കേരളത്തിൽ ഞാൻ കണ്ട ഒരേയൊരു മനുഷ്യൻ എന്നാണ്. 1924 മെയ് 5 കൊല്ലം ജില്ലയിലെ പന്മനയിൽ സമാധിയായി.